ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള പോർഷൻ തീർത്തായിരുന്നു. ഇന്നിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന പോർഷനാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം അല്ല. നമ്മളത് പഠിക്കുമ്പം ആദ്യം ഒരു ഇത്തിരി പ്രോബ്ലത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇത്തിരി ടഫായിട്ട് ഫീൽ ചെയ്യും. കാരണം കുറച്ച് തിയറി പാർട്ടാണ്, തിയറംസ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഇത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം പോർഷനിലേക്ക് വരുമ്പം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പഠിക്കാം. ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ രണ്ട് ടേം ഞാൻ അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ രണ്ട് ടേം ആക്കുകയാണ്. ഫസ്റ്റ് ടേം ഈസ് മൊമെന്റ്, then second is inertia. ഈ രണ്ട് ടേം എന്താണെന്ന് ആദ്യം അറിയാമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ്. മൊമെന്റ് എന്നുള്ള വാക്ക് നമ്മളിപ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ റിയാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിച്ചായിരുന്നു. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു എൻഡിൽ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എൻഡിൽ ഒരു ലോഡ് കൊടുക്കുമ്പോൾ ഈ എൻഡ് എങ്ങനെയാ വരുന്നത്? ഈ എൻഡ് ഇങ്ങനെ തിരിയും. ഒരു ആംഗുലർ മൂവ്മെന്റ് ആണ്, ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലെ? ശ്രദ്ധിച്ചേ, ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു എണ്ണത്തിന് മുകളിൽ ഒരു ലോഡ് കൊടുത്താൽ നേരെ താഴേക്കാ പോകുന്നേ അല്ലേ? ഇതങ്ങനല്ല. ഒരു എൻഡ് ഫിക്സ് ചെയ്ത് പിടിച്ച് ഒരു മൊമെന്റ് സെന്റർ ഉണ്ട്, അവിടെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ലോഡിന് ഒരു ക്ലോക്ക് വൈസ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ആ വരുന്നത്. തിരിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ആന്റി ക്ലോക്ക് വൈസ്, ഒരു ആംഗുലാർ മൂവ്മെന്റ് ആണ്, ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത് അല്ലെ? ആ ടേണിംഗ് എഫക്റ്റിന് പറയുന്ന ഒരു തിരിക്കുക, അതിന് പറയുന്ന പേരാണ് എന്ത്? മൊമെന്റ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടേമാണ്. അപ്പൊ മൊമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് എപ്പോഴും. ഇത് മൊമെന്റ് സെന്റർ ആണെങ്കിൽ ഇവിടെ ഫോഴ്സ് ഒരു 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ്, ഈ കൊടുക്കുന്ന 10 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇൻറ്റു ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് ദിസ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മൊമെന്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ് അബൌട്ട് ദിസ് പോയിന്റ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അതുപോലെ മൊമെന്റ് പലതരത്തിൽ പറയാം. ഇപ്പൊ എഫ് ഇൻറ്റു ഡി എന്ന് എഴുതിയപ്പം അത് മൊമെന്റ് ഓഫ് ഫോഴ്സ് ആയി. ഇനി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എടുക്കാം. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതും ഒരു മൊമെന്റ് ആണ്. ഒരു ടേണിംഗ് എഫക്റ്റ് അവിടെ വരുന്നത്. ഏരിയ ഇൻറ്റു മൊമെന്റ്, അത് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. ഇതെന്താ പറഞ്ഞത്? മൊമെന്റ് ഓഫ് ഫോഴ്സ്. ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ്, ഫോഴ്സ് ഇൻറ്റു ഡി, മൊമെന്റ് ഓഫ് ഫോഴ്സ്. ദിസ് വൺ ഈസ് ഏരിയ. അപ്പൊ എ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് മൊമെന്റ് ഓഫ് ഏരിയ. അതേപോലെ നമുക്ക് പറയാം എം ഇൻറ്റു ഡി, മൊമെന്റ് ഓഫ് മാസ്. മനസ്സിലായല്ലോ? അപ്പൊ ഡിസ്റ്റൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പർട്ടിക്കുലർ, അത് എന്തിനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ മൊമെന്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മൾ ഇത് നിങ്ങൾക്ക് ഇച്ചിരൂടെ ഫെമിലിയർ ആയിട്ട്, ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ റിയാക്ഷൻസ് കാണാൻ നേരം നമ്മൾ ചെയ്തു പോയതാണ്. ഇത് രണ്ടും നിങ്ങൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല, ഞാനിപ്പോ പറയാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി ചെയ്തപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ എടുത്തത്? ഇക്വേഷൻ എക്സ് ബാർ കാണാനായിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒന്നുകൂടെ ആ ഒരു വീഡിയോയിലേക്ക് പോയാൽ കാണാൻ കഴിയും. എക്സ് ബാർ എന്ന് പറയുന്നത് a1y1 പ്ലസ് a1x1 പ്ലസ് a2x2 എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 എന്നല്ലേ നമ്മൾ എഴുതുന്നത് എക്സ് ബാർ കാണാൻ. Again, y bar is equal to a1 y1 plus a2 y2 by a1 plus a2. പ്ലെയിൻ ഫിഗർ ആണെങ്കിൽ ഒരു പ്രതലം മാത്രമേ ഉള്ളൂ. അതായത് 2 ഡയമെൻഷണൽ ഫിഗർ ഒരു പേപ്പറിൽ ഒരു സർക്കിള്, ഒരു ട്രയാങ്കിള്, ഒരു റെക്ടാങ്കിൾ ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ലാമിന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലാമിനയ്ക്ക് ഏരിയ മാത്രമേ ഉള്ളൂ. ആ കേസിൽ പ്ലെയിൻ ഫിഗേഴ്സിന്റെ കാര്യത്തിലാണ് ഈ a1 x1 a2 x2 എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് എടുത്ത് നോക്കാം. ഇത് എന്താണ്? a1 x1 എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ്. ഇത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ്. ഇവിടെ എല്ലാം പ്രോഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ഡിസ്റ്റൻസ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എടുത്തത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാൻ നേരം എന്താ എടുത്തത്? മൊമെന്റ് ഓഫ് ഏരിയ.
അപ്പം ഒരു ഇങ്ങനെ ഒരു ഐ സെക്ഷൻ വന്നപ്പോൾ നമ്മൾ എടുത്തു ഇതിന്റെ ഏരിയ A1 അല്ലേ, എന്നിട്ട് ഈ ആക്സിസിലേക്കുള്ള ദൂരം ഇങ്ങോട്ടുള്ളത് y1, A1 ഇൻറ്റു y1 ആണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന A1 y1 എന്ന് പറയുന്നത്. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പോലെ തന്നെയാണ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി നിങ്ങൾ ഈ ടേമും ഫെമിലിയർ ആണ്. ഈ ടേം ഫെമിലിയർ ആയത് എവിടെയാണ്? സോളിഡ് ആയിട്ടുള്ളതിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ എടുത്തേ? അതിന്റെ വോളിയം എടുത്തേ അല്ലേ, മാസ് അല്ല, വോളിയം അല്ലേ എടുത്തത്. അപ്പൊ V1 y1 V2 y2 എന്നായി അതിന്റെ ഇക്വേഷൻസ്. അപ്പൊ വോളിയം ആയി വന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് അപ്പൊ മൊമെന്റ് എന്നുള്ള ടേം നമുക്ക് ഫെമിലിയർ ആണ്. ഇത് മൂന്നും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോളിഡ് ആകുമ്പോൾ അവിടെ മാസ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ഈ മൊമെന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏത് ഒബ്ജക്റ്റിനെയും തിരിക്കാൻ പറ്റുന്ന ഒരു ടേണിംഗ് എഫക്റ്റിനെയാണ് എന്ത് പറയുന്നത്? മൊമെന്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഡിസ്റ്റൻസ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും ഉണ്ട്. അത് ഫോഴ്സ് ആയിക്കോട്ടെ, ഏരിയ ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ. മനസ്സിലായാലും. ദെൻ ഇനേർഷ്യ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന, നിങ്ങളെ സംബന്ധിച്ച് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോഴത്തെ നല്ല മഴയ്ക്ക് രാവിലെ നന്നായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പം, അതായത് അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അല്ലേ, നന്നായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ഇവിടെ തട്ടി ഉണർത്താനായിട്ട് നമ്മുടെ പേരൻസ് വരുന്നു, എണീക്കെന്ന് പറയുമ്പം നമുക്ക് ആ ഉണരാനുള്ള മടി, നമ്മുടെ ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നുള്ളത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. നമ്മൾ എണീക്കാൻ മടിയായിട്ട് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യും. നമ്മൾ എണീക്കത്തില്ല, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അഥവാ ആ റെസിസ്റ്റൻസിനെ പിന്നെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ വെളിയിൽ നിന്നൊരു വിളി വരുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റിരിക്കും. അപ്പൊ ഇനേർഷ്യ അവിടെ ബ്രേക്കായി. മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ കൂടെ പറഞ്ഞിട്ട് ഞാനത് ഇനേർഷ്യ എന്താന്ന് പറയാം. നമ്മൾ നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ ഇതിൽ എൻഗേജ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് കളിച്ച് നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക്, അപ്പം നമ്മൾ മോഷനിലാണ് അല്ലേ, നമ്മളിങ്ങനെ കളിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്ത് കയറി വരാൻ പറയുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മുടെ കളി അവിടെ നിർത്താനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അന്നേരം നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആദ്യം നോക്കുന്നത്. മനസ്സിലായല്ലോ. അതേപോലെയാണ് എല്ലാ ഒബ്ജക്റ്റും. റെസ്റ്റിലെങ്കിൽ അത് റെസ്റ്റിലേ തുടരാൻ ആഗ്രഹിക്കും. റെസ്റ്റ് ആണ് അത്, അങ്ങനെ റെസ്റ്റിൽ ഇരിക്കാനാണ് അത് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് മാറാൻ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പം ഏത് സ്റ്റേറ്റിലാണ് അത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റിൽ തന്നെ തുടരാൻ അത് ആഗ്രഹിക്കും. പിന്നെ വേറെ എന്താന്ന് പറഞ്ഞാൽ, മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊക്കെ ഉദാഹരണം നമുക്ക് പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം മൂവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കാലും പാദം എല്ലാം ഒരേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റുന്നത്? പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പം നമ്മുടെ അപ്പർ പോർഷൻ മുന്നോട്ടായും. എന്തുകൊണ്ടാ? ബോഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അതൊക്കെ ഇനേർഷ്യയ്ക്ക് കൊച്ചു ക്ലാസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സാമ്പിൾസാണ്, മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ എക്സാമ്പിൾസ് ആണ് അതൊക്കെ. എന്ന് വെച്ചാൽ അത് റെസ്റ്റിലെങ്കിൽ അങ്ങനെ തുടരാൻ ആഗ്രഹിക്കും, മോഷനിലാണെങ്കിൽ അത് അങ്ങനെ പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ മോഷനോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുവാണെങ്കിൽ അത് ആദ്യം അത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ദാറ്റ് റെസിസ്റ്റൻസ് ഓഫേർഡ് ഈസ് ടേംഡ് ആസ് ഇനേർഷ്യ. മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയേ, ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ. ഇനി നമുക്ക് ഇതിനകത്ത് ഇനേർഷ്യ എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഹൗ വിൽ യു ഡിഫൈൻ ദ ടേം മൊമെന്റ് ഓഫ് ഇനേർഷ്യ? എന്താ? ടേണിംഗ് ആണ്, റെസിസ്റ്റൻസ് ആണ്, രണ്ട് വാക്കൂടെ വന്നേക്കുക. അപ്പൊ എന്താ? ഒരു ബോഡി, ഒരു ഏതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബോഡിക്ക് ആ ടേൺ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ എത്ര ഒരു ആംഗുലാർ മൂവ്മെന്റ് കൊടുക്കാൻ, ആംഗുലാർ ആക്സിലറേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ടേണിങ് കൊടുക്കാൻ ആ ക്വാണ്ടിറ്റിക്ക് പറയുന്നതാ. വെറുതെ ഇരിക്കുന്നിടത്തു നിന്ന് അതിനെ ഇങ്ങനെ തിരിക്കണമെങ്കിൽ എന്തുമാത്രം ടേണിങ് വേണം, എന്തുമാത്രം ക്വാണ്ടിറ്റി വേണം അല്ലേ? ആ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ്, അതിനെ അത്രത്തോളം തിരിക്കാൻ പറ്റും എന്നുള്ള ആ ക്വാണ്ടിറ്റിക്ക് പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, റെസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുക. അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് m ആണ്, മാസ് ഓഫ് ദി ബോഡി m ആണ്. ഞാൻ ഇവിടുന്ന് ഇതിലേക്ക് ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, F.
ഓക്കെ, ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി അങ്ങോട്ട് പോകേണ്ടതാണ് അല്ലേ? ഈ ഫോഴ്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ബോഡി ദേ ഇങ്ങനെ അങ്ങോട്ട് പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്സിലറേഷനിലാണ് ഇത് അങ്ങോട്ട് ചലിക്കുന്നത്. എന്ന് പറയുന്ന ആക്സിലറേഷനിലാണ് ചലിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഈ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടേ. അതായത് നമ്മുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ അടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറയും ഞാൻ തള്ളാൻ പോവാ എന്ന് പറയുമ്പം ഞാൻ എന്താ തള്ളിക്കോ എന്ന് പറഞ്ഞ് ചുമ്മാ നിൽക്കുവോ? ഇല്ല. അങ്ങനെ ചുമ്മാ നിന്നാൽ നമ്മൾ തറയിൽ വീഴും അല്ലേ? ഇപ്പൊ ഞാൻ എന്നെ തള്ളിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും അകത്ത് ആണല്ലോ. അപ്പം ഞാൻ എന്നെ ഒരാളിങ്ങനെ തള്ളുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം എനർജി ഡെവലപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ നിൽക്കും അല്ലേ? അതിനെയാണ് റെസിസ്റ്റൻസ്, അങ്ങോട്ടുള്ള പ്രതിരോധം, എനിക്ക് പറ്റരുത് എന്നുള്ള രീതിയിലുള്ള പ്രതിരോധം. അപ്പൊ ഈ എം എ എന്ന് പറയുന്ന ഈ എഫിന്റെ ഈക്വലന്റ് എഫ് ഈസ് ഈക്വൽ ടു എം എ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ ആക്സലറേഷനിലൂടെ ഈ എം എന്ന് പറയുന്ന മാസിനനുസരിച്ച് ഈ മാസ് കൂടുതലാണെങ്കിൽ മൂവ്മെന്റ് വ്യത്യാസം വരത്തില്ലേ? ഇത് കുറവാണ്. അപ്പൊ നോക്കിയാൽ ഇത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ ഒരു സ്യൂഡോ ഫോഴ്സ്, അതായത് ഇങ്ങനെ ഒരു സ്യൂഡോ ഫോഴ്സ് ശരിക്കും ഇല്ല, ശരിക്കും അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ല. ഈ എഫിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇത് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണെങ്കിൽ തിരിച്ച് മൈനസ് എം എ എന്നുള്ള രീതിയിൽ ഒരു ഫോഴ്സ്, ഒരു സ്യൂഡോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. പറഞ്ഞു മനസ്സിലായല്ലോ? ആ ഫോഴ്സ്, ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഇനി ഇതിലേക്കല്ല പോകുന്നത്, നമുക്കിനി ഇനേർഷ്യ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു, മൊമെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റിന് ഇതൊരു ബുക്കല്ലേ, ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും. ഈ താളുകൾ എത്ര ഉണ്ടോ അതിന്റെ കൃത്യം സെന്ററിൽ ഒരു താളുണ്ട് അല്ലേ? ആ താളിനിടയ്ക്കൂടെ ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോകുന്നത്. ഈ സ്കെയിൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ലേ? ഉണ്ടല്ലോ, ഇപ്പുറത്തോട്ടും ഉണ്ടല്ലോ. ഇതിനെ എക്സ് ആക്സിസ് എന്നാ പറയുന്നത്. പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദിസ് ബോഡി. ഇത് ഈ സ്കെയിൽ എന്ന് പറയുന്നത് എക്സ് ഹൊറിസോണ്ടൽ അല്ലേ? എക്സ് എന്ന് പറയുന്നത്, ഈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അകത്തെ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന, അതായത് ഞാൻ ഇങ്ങനെ ഇതിൽ കാണിച്ചാല് ഇങ്ങനെ പോകുന്ന ഒരു ആക്സിസ് ആണിത്. ഇതിനെ എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ടേമാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇത് കിഴിച്ചിറങ്ങി ഇത് താഴോട്ട് അങ്ങ് പോകുന്നു. ഈ സെന്ററിൽ കൂടെ ഇത് കിഴിച്ചിറങ്ങി താഴോട്ട് പോകുന്നു. അതായത് ഇതാണെങ്കിൽ വൈ ആക്സിസ്, ഇത് നമുക്ക് ഫെമിലിയർ ആണ്. എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസും വൈ ആക്സിസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിച്ചേ, ഈ ഒബ്ജക്റ്റിന് ഈ ടേണിംഗ് എഫക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെയാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ പോകുന്ന എക്സ് ആക്സിസ്. ഈ ആക്സിസ് നമ്മുടെ ഭൂമി പിന്നെ ചുറ്റുന്നത് എന്തിലാണ്? നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ആക്സിസ് ഉണ്ട്, ഒരു അച്ചുതണ്ടുണ്ട് അല്ലെ? ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണല്ലോ. അപ്പൊ എപ്പോഴും ഒരു റൊട്ടേഷൻ, നമ്മൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് അല്ലെ? ആ മൊമെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആക്സിസ് വേണം, അതിനെ ബേസ് ചെയ്താണത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഈ ആക്സിസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഈ ബോഡി എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇങ്ങനെ കറങ്ങണം, ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? ഈ ആക്സിസ് ഇങ്ങനെ ഇരിക്കുക. ഈ ആക്സിസ് നടുക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഈ ബോഡി തിരിയേണ്ടത് ആണല്ലോ അല്ലേ? ഇനി ഇങ്ങനെയാണ് ആക്സിസ് എങ്കിൽ ഈ ബോഡി എങ്ങനെയാ തിരിയുക? ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെയാണ് ഈ ബോഡി തിരിയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആക്സിസിനനുസരിച്ച് ഇങ്ങനെ തിരിയുന്നത് എക്സ് ആക്സിസിനനുസരിച്ചുള്ള റൊട്ടേഷൻ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വൈ ആക്സിസിനനുസരിച്ചുള്ള റൊട്ടേഷൻ. മനസ്സിലായത്? ഇതിന്റെ നടുക്കൂടെ പോകുന്നത്. അപ്പൊ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ല, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് അറിയാത്തൊരു വേറൊരു ആക്സിസ് ഉണ്ട്. ഇതിപ്പം എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുക,
ഓബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഒബ്ജക്റ്റിന്റെ ഇങ്ങനെ കാണിക്കുമ്പം ഇതിനെ ഞാൻ വൈ ആക്സിസ് എന്ന് മാർക്ക് ചെയ്യുവാണെന്ന് വെച്ചോ. വൈ ആക്സിസ് ഈ സൈഡിന് പാരലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആക്സിസ് കൊടുത്തു. ഇതെന്താ 90 ഡിഗ്രി അല്ലേ? ഇതിന് ഞാൻ ഇതിങ്ങനെ പാസ് ചെയ്താൽ ഇത് വൈ ആക്സിസ്, ഇതപ്പം എക്സ് ആക്സിസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ, ഇനിയും ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്. അതായത് ഈ പ്ലെയിനില്ലേ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട്. അതിനെ ഞാൻ ഇസഡ് ആക്സിസ് എന്നാ കൊടുക്കുക. ഒരു മൂന്നാമതൊരു ആക്സിസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ദെൻ ഇസഡ് ആക്സിസ്. 90 ഡിഗ്രിയിൽ വരുന്ന വേറൊരു ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. അതിനെ നമുക്ക് എങ്ങനെ പറയാമെന്നറിയാമോ? ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ വിരൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഇരിക്കുക. ഇത് വൈ ആക്സിസ്, ദിസ് ഈസ് എക്സ് ആക്സിസ്. നമുക്ക് ഇത് ഫെമിലിയർ അല്ലേ? വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇനിയും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ആക്സിസ് അല്ലേ? ആ ആക്സിസ് നിങ്ങളിലേക്കാ വരുന്നത്. നിങ്ങളിലേക്ക് ഒരു തേർഡ് ആക്സിസ് ഇങ്ങനെയാ വരുന്നത്, അങ്ങോട്ട് അല്ലേ? ആ ആക്സിസിന് പറയുന്ന പേരാണ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി പറയുമ്പം നമുക്ക് 3 ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ പറയുന്നത്. ആ 3 ആക്സിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് വൈ ആക്സിസ്, സെക്കൻഡ് വൺ ഈസ് എക്സ് ആക്സിസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഏതാണ്? ഇസഡ് ആക്സിസ്. മനസ്സിലായല്ലോ? അപ്പൊ ഞാനിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു ഓരോ ആക്സിസിനനുസരിച്ചും. അപ്പൊ ഇപ്പം ഇസഡ് ആക്സിസ് എക്സ് ആക്സിസ് ഇങ്ങനെയായിരുന്നു, വൈ ആക്സിസ് ഇങ്ങനെയാണ്. ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പോലെയാണ് ആക്സിസ് ഇരിക്കുന്നത്. അപ്പോഴാണെങ്കിലും എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്കിപ്പം മൂവ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് വെച്ച് ഇങ്ങനെയുള്ള മൂവ്മെന്റ് പറഞ്ഞു, വൈ ആക്സിസ് വെച്ച് ഇങ്ങനെയുള്ള മൂവ്മെന്റ് പറഞ്ഞു, ദെൻ ഇസഡ് ആക്സിസ് വെച്ച് ഇങ്ങനെയുള്ള മൂവ്മെന്റ് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഏതായാലും ശരി ഏത് ആക്സിസിനനുസരിച്ചും അതിനൊരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ഏതിന്? ഇനി ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്ട്രക്ചറൽ മെമ്പർ ബീം ആയിക്കോട്ടെ, കോളം ആയിക്കോട്ടെ, എന്ത് സ്ലാബ്, ഏത് സ്ട്രക്ചറൽ എലിമെന്റ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാ ബിൽഡിങ്ങിന്റെ എല്ലാ സ്ട്രക്ചറൽ എലിമെന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുത്തുക. ബീം, കോളം, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതിനൊക്കെ എന്താണ്? എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. അപ്പൊ നമുക്ക് അറിയണം എന്ത്? ഈ ഓരോ ആക്സിസ് വെച്ചിട്ട് ആ ബോഡി, ആ സ്ട്രക്ചറൽ മെമ്പർ എത്ര കണ്ട് തിരിയും. ആ എത്ര കണ്ട് തിരിയും എന്നുള്ളതിനൊരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആ തിരിച്ചില്ല, അതിനാണ് പറയുന്നത്, ആ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മനസ്സിലായാലും? അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? IXX, IYY എന്നൊക്കെ പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇനേർഷ്യയുടെ വാല്യൂ ആണ് കൂടുതൽ. ഇനേർഷ്യയുടെ വാല്യൂ, അതായത് റെസിസ്റ്റൻസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് ടേണിംഗ് ഇല്ല, ബെൻഡിങ് ഇല്ല, ഡിഫോർമേഷൻ ഉണ്ടാകുന്നില്ല, റെസിസ്റ്റൻസ് കൂടുതലുണ്ട്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ് എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് ലോഡ് കൊടുത്താൽ പെട്ടെന്ന് അതിന്റെ ഡിഫോർമേഷൻ, ബെൻഡ് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, ടേൺ ചെയ്യാം അല്ലേ? അതിന്റെ ആ വ്യത്യാസം അതിനകത്ത് വരുന്നുണ്ട് നല്ലപോലെ. പറഞ്ഞ മനസ്സിലായാലും? അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞത് നമ്മൾ ഡിഫൈൻ ചെയ്തു മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആ റൊട്ടേറ്റിംഗ് എഫക്റ്റിന്റെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് നേരത്തെ പറഞ്ഞു മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്, മൊമെന്റ് ഓഫ് ഏരിയ ഉണ്ട്, മൊമെന്റ് ഓഫ് മാസ് ഉണ്ട്. ഓക്കെ, ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. നമ്മൾ അതിന്റെ 3 ആക്സിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 3 ആക്സിസ് ഉണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എക്സ് ആക്സിസ്, വൈ ആക്സിസ് ഉള്ളായിരുന്നു. ഇനി നമ്മൾ മൂന്നാമത് ഇതിനെല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ആക്സിസ് നമ്മൾ പഠിച്ചു, ഇസഡ് ആക്സിസ്. അപ്പൊ നമ്മൾ ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുമ്പോൾ ഈ 3 ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കിയേ, ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നല്ല എടുത്തത്. ഇതൊക്കെ എന്താണ്? ഒറ്റ ഡിസ്റ്റൻസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മളിപ്പോ സെന്റർ ഓഫ് ഗ്രാവിറ്റി എടുത്തപ്പോഴെല്ലാം അങ്ങനെയാ ചെയ്തത്. അതിനെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് മൊമെന്റ് എന്നാ പറയുക. ഫസ്റ്റ് മൊമെന്റ് ഓഫ്
മൊമെന്റ് എന്നാ പറയുക ഇതിനെല്ലാം. ഒറ്റ ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പം പറയുകയാണ് മാസിനെ നമ്മൾ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം m ഇൻറ്റു ഡി സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് m ഇൻറ്റു ഡി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് മാസ് ആയിരുന്നു. m ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മൊമെന്റ് ഓഫ് മാസ് അല്ലെ. ഒരു ഡിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, m ഇൻറ്റു ഡി സ്ക്വയർ ആയി. ഇതിനെ സെക്കൻഡ് മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയും. സെക്കൻഡ് മൊമെന്റ് ഓഫ് മാസ്. ഓക്കെ, എന്നുവെച്ചാൽ 2 തവണ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട്. ഇനി ഏരിയയെ 2 തവണ രണ്ട് ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിനെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് രണ്ടിനെ എന്താ പറയുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതിനെ രണ്ടിനെയും പറയുന്ന പേര് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്. ചെറിയ വ്യത്യാസമുണ്ട്. ഇത് മൊമെന്റ് ഓഫ് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഇത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് പറയുന്ന പേര്, സെക്കൻഡ് മൊമെന്റ് ഓഫ് മാസിന് പറയുന്ന പേര് മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, MI മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇതിന് പറയുന്നത് ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ഇനി എപ്പോഴൊക്കെയാണ് ഇത് എടുക്കുന്നത്? മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കുന്നത്. നമ്മളിവിടെ ഏരിയയും വോളിയവും എടുത്തത് എപ്പോഴാണ്? പ്ലെയിൻ ഫിഗർ വരികയാണെങ്കിൽ, അതായത് ഏരിയ മാത്രമേ ഉള്ളൂ. ഈ സ്കെയിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട്. തിക്നെസ് എന്ന് പറയാനില്ല, ഇതൊരു ലാമിന പോലാണ്. അപ്പൊ ഇതിന് എന്തേ ഉള്ളൂ? ഇതിന്റെ വിഡ്ത്ത് ഇതും ഗുണിക്കുന്ന ഒരു ഏരിയയേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായാലും? ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ്. ഇതിനൊരു ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ എന്താ വരുന്നേ? ഇതൊരു മാസ്, ഒരു പർട്ടിക്കുലർ മാസ് ഇതിനുണ്ട്, ഇതിനൊരു വോളിയം ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ എന്താ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. ലാമിന ആണെങ്കിൽ അതിന്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കുന്ന കൂടുതലും ഏതാണ്? ഏരിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കിയാൽ നമുക്ക് എങ്ങനെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ x ആക്സിസിനും y ആക്സിസിനും z ആക്സിസിനും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പം ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന ആക്സിസ് ഏതാണ്? y ആക്സിസ് അല്ലേ? ഈ വരച്ചിരിക്കുന്ന ആക്സിസ് x ആക്സിസ്. ഇനി z ആക്സിസ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? നോക്കിയേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. y ആക്സിസ്, x ആക്സിസ്. ഇനി z ആക്സിസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങോട്ടാ വരുന്നേ അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഉണ്ട്, z ആക്സിസ് അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ z എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 3 ഇത് y, x, z. ഓക്കെ, z ആക്സിസ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഈ z ആക്സിസ് എന്ന് പറയുന്നതെല്ലാം പോകുന്നത് ഈ ഒറിജിനിൽ നിന്നല്ലേ അല്ലേ? അപ്പൊ ഒറിജിനിൽ നമ്മൾ ഡിസ്റ്റൻസ് എല്ലായിടത്തോട്ടും മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അതിനൊരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് അത്. ഓക്കെ, ഈ പോയിന്റ് എടുത്തപ്പോൾ ഇതിന് ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുന്ന് ഈ y ആക്സിസിലോട്ടുള്ള ദൂരം എത്രയാണ്? ഈ എക്സിലെ മെഷർമെന്റ് അല്ലേ വരുന്നത് അല്ലേ? ഇതിനെ ഞാൻ x എന്ന് കൊടുക്കുന്നു വെച്ചു, x. ഓക്കെ, ഇനിയും ഇവിടുന്ന് ഈ x ആക്സിസിലേക്കുള്ള ദൂരം ദാറ്റ് ഈസ് ടേക്കൺ ആസ് y എന്ന് ഞാൻ കൊടുത്തു. ഹൈറ്റ് y-യിലെ മാർക്കിംഗ് അല്ലേ ഇത് വരുന്നത്? ഇത് x-ലെ മാർക്കിംഗ് ആണ് ഈ വരുന്നത്. x-ന് പാരലൽ ആയിട്ട് വരുന്നത് x എന്ന് എടുത്തു, y-ക്ക് പാരലൽ ആയിട്ട് വരുന്നത് y എന്ന് എടുത്തു. ഓക്കെ, ഇനി z-ലേക്കുള്ള ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. z-ലേക്കുള്ളത് ഞാൻ r എന്ന് മാർക്ക് ചെയ്യുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ കോർഡിനേറ്റ്സ് വെച്ച് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ ലൊക്കേറ്റ് ചെയ്തതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇവിടെ ഇപ്പൊ എന്താ തന്നിരിക്കുന്നേ? ഏരിയ. അപ്പം Ix എന്ന് പറയും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ
about xx axis, moment of inertia about xx axis അല്ലേ? xx axis എങ്ങനെയാ പറയുക? moment of inertia about xx axis എന്ന് പറയുമ്പോൾ xx axis ഇതാണെങ്കിൽ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് a into y square എന്നാണ് എഴുതുന്നത്. moment of inertia about xx axis, x ൽ നിന്നുള്ള ദൂരമാണ് വേണ്ടിയത് അല്ലേ? x ൽ നിന്നുള്ള ദൂരം എന്താണ്? y കോർഡിനേറ്റ് y യിലാ വരുന്നത് അല്ലേ? ഇനി i y y എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? i y y is equal to സെയിം ഏരിയ i y y ആക്സിസിലേക്കുള്ള ദൂരം x is equal to a x square. ഇത് a y square. നമുക്കിപ്പോ തേർഡ് ആക്സിസിലേക്കുള്ള i z z is equal to എന്തെഴുതാം? പറഞ്ഞേ, എന്തെഴുതാം? ഒന്ന് മനസ്സിലാലോചിച്ചേ. a into r square. സംശയമില്ലല്ലോ. അപ്പൊ നോക്കിയേ, ഇതാണ് moment of inertia of a point about this three axes. I xx is equal to a y square, I y is equal to a y square, sorry, a x square, then I z is equal to a r square. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കുള്ള എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. മനസ്സിലായി? അപ്പൊ ഇനി നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? ഇനിയും വേണ്ടിയത് നമുക്കൊരു ഇറഗുലർ ഏരിയ, ഒരു കോമ്പിനേഷൻ ഓഫ് ഫിഗർ ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ, ഇത് ഡിസ്ക്രീറ്റ് ആണ്, നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതായത് പറയാം, ഈ ആക്സിസില് ഇങ്ങനെ ഇരിക്കുന്ന ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്, ഒരു ഇറഗുലർ ഏരിയ വന്നു, ഒരു ബോഡി അവിടെ ഇരിക്കുക. ഓക്കെ, ഞാൻ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഇത്രയുള്ള ഒരു ഏരിയ എടുത്തു. ഇത് ഈ ഒരു പോർഷൻ എടുത്തു. കാണാലോ? ഈ ഒരു പോർഷൻ എടുത്തപ്പം ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ എന്ന് പറയും. ഡെൽറ്റ എ ചെറിയ ഏരിയയ്ക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഡി എ എന്ന് നമുക്ക് എഴുതാം. ഇപ്പൊ ഞാൻ ഡെൽറ്റ എ എന്ന് പറഞ്ഞ ചെറിയ ഏരിയ, ഇത് വലിയ ഏരിയ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഓക്കെ, ആ ബോഡിയുടെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. അതിനകത്ത് ഞാൻ ചെറിയ ഒരു ഏരിയ എടുത്തു, ഡെൽറ്റ എ. ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഏരിയ, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എക്സ് ആയിട്ടും, ഇങ്ങോട്ട് സെയിം നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇങ്ങോട്ടുള്ള ദൂരം y ആയിട്ടും ഇങ്ങോട്ടുള്ള ദൂരം r ആയിട്ടും ഞാൻ എടുക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ എഴുതിയതുപോലെ തന്നെ നമുക്ക് i x x ഉം i y y ഉം ഒക്കെ ഒന്ന് എഴുതാം. i x x എന്ന് പറയുന്നത് എന്താണ്? i x x എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എ, ആ ചെറിയ ഏരിയ ഇൻറ്റു ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഡെൽറ്റ എ വൈ സ്ക്വയർ. അപ്പൊ ഇതിനത് ഈ വലിയൊരു ഏരിയ, ഈ ഏരിയയിൽ ഒരു ചെറിയ ഏരിയ എടുത്തപ്പോൾ ഉള്ള i x x ഉം i y y ഉം ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഇതിന്റെ ആ മൊത്തത്തില് അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ചെറിയ വേറൊരു ഏരിയ എടുത്ത് വേറൊരു ഏരിയ എടുത്താൽ അതിനെല്ലാം എന്തുണ്ട്? ഇങ്ങോട്ടൊരു എക്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു വൈ ഉണ്ട്, ഈ ഏരിയ എടുത്ത് ഇങ്ങോട്ടൊരു എക്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു വൈ ഉണ്ട്. അപ്പം ഒരുപാട് ചെറിയ 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 എലമെന്റ്സ് ചേരുന്നതാണ് ആ ഫുൾ ഏരിയ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് അറിഞ്ഞുകൂടാ അത് എത്രയുണ്ടെന്ന്. അപ്പം ഒരു ചെറിയ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും ആ വലിയ ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഡെൽറ്റ എ എന്ന് പറയുന്നതിന് പകരം നമ്മളപ്പോ എന്താ ചെയ്യുന്നറിയാം? മൊത്തത്തിലുള്ളതിന്റെ കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഡെൽറ്റ എ വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് എന്ത്? ഐ എക്സ് എക്സ്, ഹോൾ ഫിഗറിന്റെ ഐ എക്സ് എക്സ്. എക്സ് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡെൽറ്റ എ വൈ സ്ക്വയർ. സിമിലർലി ഐ വൈ വൈ എന്താണ്? ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇതിന്റെ ചെറിയ ഏരിയയുടെ ഐ വൈ വൈ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ വൈ വൈയിലേക്കുള്ളത് എക്സ് സ്ക്വയർ അല്ലേ? അത് വരുന്ന ഉടനെ അതിന്റെ എന്താ? ഇന്റഗ്രൽ ഡെൽറ്റ എ എക്സ് സ്ക്വയർ എന്നാണ് ഐ വൈ വൈക്ക് പറയുന്നത് അല്ലേ? ഇനി ഐ ഇസഡ് ഇസഡ് ഇതുപോലെ എങ്ങനെ എഴുതാം? ഐ ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് ഈ ആക്സിസിലേക്കുള്ള ദൂരം r ആണ്,
ഈ ചെറിയ ഏരിയയുടെയാണ് ഡെൽറ്റ എ ആർ സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഡെൽറ്റ എ ആർ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പം നമുക്ക് ഐ എക്സ് എക്സ് കാണാനുള്ള ഇക്വേഷനായി, ഐ വൈ വൈ കാണാനുള്ള ഇക്വേഷനായി, ഐ ഇസഡ് ഇസഡ് കാണാനുള്ള ഇക്വേഷനായി, മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് 3 ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്ക് ഇനി 3 തിയറം, അതായത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏരിയയെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടും. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്നാണ് പറയുക, അല്ലെങ്കിൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് മാസ് എന്നാണ് പറയുക, അല്ലെ? അപ്പം മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാം? നമുക്ക് 2 തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് തിയറി പാർട്ട് ഇപ്പൊ തീരുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി ഇപ്പം നമുക്ക് ഇത് 2 തിയറം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ട് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം. ഇത് 2 നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആദ്യം പറയാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇപ്പൊ എഴുതിയതായിരുന്നു, ഞാൻ മായ്ച്ചു കളഞ്ഞു. ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ അല്ലെ? ഇന്റഗ്രൽ എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് എക്സിലേക്കുള്ള ഡെൽറ്റ എ വൈ സ്ക്വയർ. ഇനി ഐ വൈ വൈ എന്താണ്? ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡെൽറ്റ എ എക്സ് സ്ക്വയർ. Similarly, I z z is equal to delta integral delta a r square. ഇനി ഇതിനകത്തുനിന്ന് ഇപ്പൊ ഈ 3 ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് എഴുതി ക്ലാരിഫൈ ചെയ്തതാണ്. ഇതിനകത്തെ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിയേ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ r is the hypotenuse അല്ലേ? x is the base and y is the altitude, height അല്ലേ? അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച്, പൈതഗോറസ് തിയറം അനുസരിച്ച് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമുക്ക് ഈ ആറിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാം അങ്ങനെ. അപ്പം ഐ ഇസഡ് ഇസഡ് ഈസ് ഈക്വൽ ടു അല്ലെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡെൽറ്റ ഇന്റഗ്രൽ ഡെൽറ്റ എ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, സംശയമില്ല. ആർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇനി ഐ ഇസഡ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ ആദ്യം വൈ സ്ക്വയർ ഡെൽറ്റ എ, ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡെൽറ്റ എ സ്പ്ലിറ്റ് ചെയ്തൂടെ? പ്ലസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡെൽറ്റ എ എഴുതിക്കൂടെ? ഇതിനെ സ്പ്ലിറ്റ് ആക്കി വൈ സ്ക്വയർ ഡെൽറ്റ എ എക്സ് സ്ക്വയർ ഡെൽറ്റ എ രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡെൽറ്റ എ. ഇന്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡെൽറ്റ എ എന്താണ്? ഇന്റഗ്രൽ ഓഫ് വൈ സ്ക്വയർ ഡെൽറ്റ എ ഈസ് ഐ എക്സ് എക്സ്. ഐ എക്സ് എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡെൽറ്റ എ ഏതാണ്? ഐ പ്ലസ് ഐ y y. Therefore I z z is equal to I x x plus I y y. That is moment of inertia about the എന്താണ്? z z axis is equal to the sum of moment of inertia of moment of inertia about x x axis plus അല്ലെങ്കിൽ and the moment of inertia about y y axis. അപ്പൊ ഇസഡ് ഇസഡ് ആക്സിസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് എക്സ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, വൈ വൈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് പറയുന്ന പേരാണ് ഐ ഇസഡ് ഇസഡ്. ഐ ഇസഡ് ഇസഡ് ഈസ് ഈക്വൽ ടു പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും. അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് പറയുന്ന ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? I is the moment of inertia about the third axis is equal to the sum of
moment of inertia of the figure about horizontal axis x axis plus moment of inertia of the figure about y axis. മനസ്സിലായല്ലോ? ആ IZZ പറയുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം. സിമ്പിൾ ആണ്, പാരലൽ ആക്സിസ് തിയറം. ഇത് പറയാൻ പോവാണ്. ഈ പാരലൽ ആക്സിസ് തിയറം പറയുന്നത് നമ്മളിപ്പം 3 ആക്സിസിൽ വെച്ച് നമ്മൾ പറഞ്ഞു, 3 ആക്സിസിൽ വെച്ച് XX YY ZZ. ഇനി നമുക്ക് ഇത് കൂടാതെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇറഗുലർ ഫിഗർ ഉണ്ട്, ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ആക്സിസ് എവിടെയോ ആയിക്കോട്ടെ, അത് ദാറ്റ് ആക്സിസ് ഈസ് പാരലൽ ടു ദി സെൻട്രോയിഡൽ ആക്സിസ് XX. ഓക്കെ, എങ്കിൽ ഈ ആക്സിസ് വെച്ചിട്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുവരെ പറഞ്ഞത് IXX, IYY, IZZ. ഇപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് IAB എന്നാ പറയാൻ പോകുന്നത്. AB എന്ന് പറയുന്ന ആക്സിസ് ഈ XX ആക്സിസിന് പാരലാണ്. മനസ്സിലായല്ലോ? XX ആക്സിസിന് പാരൽ. അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ പാരലൽ ആക്സിസിന് ഇതായിട്ടുള്ള എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. അതിനാണ് പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. നമ്മൾ ഈ 3 ആക്സിസും അല്ലാതെ നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട് ഒരു ആക്സിസിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ സെയിം ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുന്നു. ദേ ഇവിടെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ ആണ്. ഓക്കെ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹോൾ ഫിഗറിന്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇനി ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം, അതായത് ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ദൂരം h ആണ്. ഓക്കെ, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഈ സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള ദൂരം h ആണ്. ഇനി നമുക്ക് പറയുന്നത് ഇവിടുന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന പാരലൽ ആക്സിസ് AB-യിലേക്കുള്ള ദൂരം y ആണ്. ഒരു ഇറഗുലർ ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ ഒരു ഡെൽറ്റ എ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഡെൽറ്റ എയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ആ ഹോൾ ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസ് XX ആക്സിസിലേക്കുള്ള ദൂരം h-ഉം നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന പാരലൽ ആക്സിസ് AB-യിലേക്കുള്ള ദൂരം y-ഉം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ശ്രദ്ധിക്കൂ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഫിഗർ about AB. മൊമെന്റ് ഓഫ് ഇനേർഷ്യ about XX എന്നല്ല, IAB ആണ് നമുക്ക് വേണ്ടത്, AB-യിലേക്കുള്ള ഇത്. അപ്പൊ നമ്മൾ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ്. ഏതാണ് ദാറ്റ് ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏതാണ്? എന്തിനെയാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ആക്സിസിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയർ. അപ്പം A ഇൻറ്റു Y സ്ക്വയർ എന്നൊക്കെ നമുക്കറിയാം അല്ലെ? അങ്ങനെയെങ്കിൽ ഡെൽറ്റ എ അല്ലെ ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? y പ്ലസ് h വരത്തില്ലേ? y പ്ലസ് h വരത്തില്ലേ ഇവിടെ വരെയുള്ളത്? y പ്ലസ് h ദ ഹോൾ സ്ക്വയർ അല്ലെ? y പ്ലസ് h ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ളതിന്റെ എങ്ങനെ വരും? മുഴുവൻ ആ ഹോൾ ഏരിയയുടെ എങ്ങനെ വരും? ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ എ y പ്ലസ് h ദ ഹോൾ സ്ക്വയർ. നമുക്കിനി ഒന്നുകൂടെ എഴുതാം. ഇന്റഗ്രൽ ഡെൽറ്റ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമില കിടക്കുന്നേ. അപ്പം y സ്ക്വയർ പ്ലസ് h സ്ക്വയർ പ്ലസ് 2yh ഇങ്ങനെയല്ലേ വരുന്നേ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ മുമ്പേ സ്പ്ലിറ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇന്റഗ്രൽ y സ്ക്വയർ ഡെൽറ്റ എ, ശരിയല്ലേ? പ്ലസ് ഇന്റഗ്രൽ h സ്ക്വയർ ഡെൽറ്റ എ. ഇതിന്റെ ആദ്യം എടുത്തു, ഇതിന്റെ എടുത്തു, ഇനി അടുത്തത് പ്ലസ് ഇന്റഗ്രൽ 2yh ഡെൽറ്റ എ. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, നമുക്ക് ആ പിന്നെ y സ്ക്വയറിന് വെളിയിൽ എടുക്കാം.
y square integral delta a plus ഇനി നോക്കിയേ h സ്ക്വയർ ഡെൽറ്റ a എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിയേ h സ്ക്വയർ ഡെൽറ്റ a എന്ന് പറയുന്നതിന്റെ ഇതെന്താണെന്നറിയോ ഈ ഒരു ചെറിയ ഏരിയയുടെ എന്താണ് ഡിസ്റ്റൻസ് ഏതാ ഡെൽറ്റ a എന്ന് പറയുന്നത് ഈ ഏരിയ ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. അപ്പൊ ഏതിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും അത്? നമ്മൾ ഈ y കൺസിഡർ ചെയ്തിട്ടില്ല. നോക്ക് h സ്ക്വയർ ഡെൽറ്റ a എന്ന് എഴുതിയിരിക്കുന്നത്. ഡെൽറ്റ എ എന്ന് പറയുന്നത് ഇതിന്റെ കുഞ്ഞ് ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സ്മോൾ എലിമെന്റ് അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് സെൻട്രോയിഡൽ ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. നോക്കാം ഇവിടെ ശ്രദ്ധിച്ചേ, ഡെൽറ്റ എ ആ ചെറിയ ഏരിയ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാ? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലേ? ഈ ആക്സിസിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് നമുക്ക് IgG എന്ന് കൊടുക്കാം. സെന്റർ ഓഫ് ഗ്രാവിറ്റി അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് IgG. Center of gravity about the moment of inertia about the centroidal axis, that is represented as IgG. Okay, നമ്മൾ ഈ ടേമിനെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഡെൽറ്റ എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ തന്നെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ആ ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ ഏരിയ ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സെൻട്രോയിഡൽ ആക്സിസ് വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ IgG എന്ന് ഞാൻ കൊടുക്കുന്നു. പ്ലസ് 2y ഞാൻ ഇങ്ങെടുത്തു. ഇന്റഗ്രേറ്റ് h ഡെൽറ്റ a എന്ന് പറയുന്നു. ഈ h ഡെൽറ്റ a എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ? ഈ ഡെൽറ്റ എ ഇന്റഗ്രേറ്റ് ചെയ്താൽ a ആണ്, മൊത്തത്തിലുള്ള ഏരിയ ആണ്. ഈ h എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ h എന്ന് പറയുന്നത് ഇതിന്റെ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസ് നമ്മൾ മൊമെന്റ് എടുക്കുമ്പോഴേ ഈ പോയിന്റ് വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് മൊമെന്റ് ഇല്ല. ബിക്കോസ് there is no distance അല്ലേ? ഞാൻ പറഞ്ഞു ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല, നമ്മൾ ട്രാവൽ ചെയ്ത ദൂരം നോക്കുമ്പോൾ അത് 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്, അപ്പൊ ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ നോക്കിയേ, എന്ന് പറയുന്ന പോലെ ഇത് ഹോൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പം സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് അല്ലെ? ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ദൂരം ഇല്ല. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണിത്. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ഒരു ഡിസ്റ്റൻസ് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലെ? ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ഉള്ളതാണ്. അപ്പൊ അവിടെ ഡിസ്റ്റൻസ് h എന്ന് പറയുന്നത് 0 ആയിട്ട് വരുമ്പം ഈ ഹോൾ ടേം വിൽ ബിക്കം 0. h എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ അല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു h ഉള്ളൂ. ഡെൽറ്റ എ ഒരു ചെറിയ ഡിസ്റ്റൻസ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് അവിടെ വരുന്നത്. ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്, അവിടെ ഡിസ്റ്റൻസ് h എന്ന് പറയുന്നത് 0 ആയിട്ട് വരുമ്പോൾ ഈ ഹോൾ ടേം അവിടെ 0 ആയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് ഏതാണെന്ന് അറിയാം? ഈ y സ്ക്വയർ ഡെൽറ്റ എയും IgGയും ഉള്ളൂ. അപ്പൊ ഈ y സ്ക്വയർ ഡെൽറ്റ എ നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ ഓഫ് ഡെൽറ്റ എ. ചെറിയ ഡെൽറ്റ എ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? ക്യാപിറ്റൽ എ ആണ്. ചെറിയ ഏരിയ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെച്ച് വരുമ്പോൾ ആ മൊത്തത്തിലുള്ള ഏരിയ കിട്ടുന്നത് a y സ്ക്വയർ പ്ലസ് IgG. We can rearrange this. IAB is equal to IgG plus AY square. ഇതിലാണ് നമ്മൾ പ്രോബ്ലം എപ്പോഴും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാരലൽ ആക്സിസ് തിയറത്തിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ഏതെങ്കിലും സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്റർ, ആ ഫിഗറിന്റെ ആ പാരലൽ ആക്സിസ് വെച്ചുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ സമ്മാണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ പോയാലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് അതിന്റെ ഏരിയ ഇൻറ്റു ആ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം. നിങ്ങൾക്ക് ഇത് പ്രൂഫ് ചോദിക്കാറുണ്ട്. പെർപെൻഡിക്കുലർ ആക്സിസിനും പാരലൽ ആക്സിസിനും പ്രൂഫ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത
പുതിയ ടേമിലേക്ക് പോവാം. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകും. ഒരു തിയറി പാർട്ട് കൂടെ ഉള്ളൂ. നമുക്ക് പുതിയൊരു ടേം നമ്മൾ പഠിക്കാൻ പോവാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, നമ്മളിപ്പം പാരലൽ ആക്സിസ് പറഞ്ഞു, എ ബി എന്ന് പറയുന്ന ഒരു ആക്സിസ് പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു മാസ് ഇരിക്കുക, ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു. ദിസ് ഈസ് ടേക്കൺ ആസ് ഡെൽറ്റ എ. ഓക്കെ, വേറൊരു പോയിന്റ് A1 ഇതെടുത്തു. ദിസ് ഈസ് മാർക്ഡ് ആസ് ഡെൽറ്റ A2 ആൻഡ് ദിസ് വൺ ഈസ് മാർക്ഡ് ആസ് ഡെൽറ്റ A3. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് y1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് y2 ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് y3 ആയിട്ട് മാർക്ക് ചെയ്തു. നമുക്ക് IAB കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? A1 into y1 സ്ക്വയർ ഡെൽറ്റ A2 y2 സ്ക്വയർ ഡെൽറ്റ A3 y3 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, ഇവിടെ കുറെ ഡിസ്റ്റൻസ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ, ഇതിലും കുറവ്, ഇങ്ങനെ. അപ്പൊ നമുക്ക് വേണ്ടിയത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ള ടേമാണ്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഏറ്റവും കുറഞ്ഞ റേഡിയസ്, ഭ്രമണത്തിനുള്ള, തിരിയാനുള്ള ഏറ്റവും കുറഞ്ഞ റേഡിയസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര കുറഞ്ഞ റേഡിയസിലാണ് അത് ടേൺ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ, ആ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാം? ഇതിനെ അങ്ങ് ഒതുക്കി മൊത്തത്തിൽ മാസ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പോയിന്റിലേക്കാക്കി, ഏത് ഷേപ്പിലുള്ളത്. അപ്പൊ മാസ് മൊത്തം എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതിനെ അങ്ങ് ഉരുട്ടി ഒരു കൊച്ചു പോയിന്റിലേക്ക് ഞാൻ ആക്കിയെടുത്തു. ദാണ്ട് ഇത്രയാക്കിയെടുത്തു. ദാണ്ട് ഇങ്ങനെ വിടർന്നിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. അതിനെ ഞാൻ ചുരുക്കി കൊണ്ടുവന്ന് ഇതിലേക്ക് ഒരു പോയിന്റിലേക്ക് ഒതുക്കി. അപ്പൊ അതിന്റെ ഹോൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദിസ് ഷേപ്പ്, അല്ലേ? ആണല്ലോ. എങ്കിൽ നമ്മൾ പഴയ പോലെ ഒന്ന് പറഞ്ഞേ, ഈ AB ഒക്കെ അതേപോലെ. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് K എന്ന് മാർക്ക് ചെയ്യുന്നു. K, ഇതിന്റെ ഏരിയ മൊത്തം ഞാൻ A എന്ന് മാർക്ക് ചെയ്യുന്നു. കാരണം മൊത്തത്തിനെയും കൂടെ ഞാൻ അങ്ങ് ഒന്നിച്ചാക്കിയതാ. അപ്പൊ ഏരിയ എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും? IAB എങ്ങനെ വരും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇത് എങ്ങനെ വരുന്നേ? AK സ്ക്വയർ എന്ന് പറയും. IAB is equal to AK സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പൊ നോക്കാം, ഈ Kക്ക് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് Kക്ക് പറയുന്ന പേരാ. ഓക്കെ, അങ്ങനെ വരുമ്പം K കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് I/A. Kയുടെ സ്ക്വയർ ആണ്. K സ്ക്വയർ ഈസ് ഈക്വൽ ടു I/A എന്നാണ്. അപ്പൊ K ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I/A. റേഡിയസിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയസിന്റെ യൂണിറ്റ് എത്രയാണ്? റേഡിയസിന്റെ യൂണിറ്റ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ്. മീറ്റർ, മില്ലിമീറ്റർ, അല്ലെ, സെന്റിമീറ്റർ, അങ്ങനെ വരും. അപ്പൊ K എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇതിനു മുമ്പ് പറയാൻ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് മില്ലിമീറ്റർ റേസ് ടു 4, സെന്റിമീറ്റർ റേസ് ടു 4 എന്ന് പറയും. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഏരിയ ഇൻറ്റു, ഇവിടെ ശ്രദ്ധിച്ചേ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്നല്ലേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അല്ലേ? ഏരിയ എന്ന് പറയുന്നത് തന്നെ എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു മില്ലിമീറ്റർ സ്ക്വയർ. രണ്ടുകൂടെ വരുമ്പം മില്ലിമീറ്റർ റേസ് ടു 4 എന്ന് വരും. ഇവിടെ മീറ്റർ റേസ് ടു 4. ഇങ്ങനെയാ എന്ത് പറയുന്നേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ യൂണിറ്റ് ദാറ്റ് ഈസ് ഇൻ മില്ലിമീറ്റർ ഓർ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ എന്ന് നമുക്ക് ഒരു ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എത്രയുമാണ് പഠിച്ചത്? ഇന്ന് പഠിച്ചത് കാര്യങ്ങളൊന്നും ആലോചിച്ചേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു, മൊമെന്റ് എന്താന്ന് പറഞ്ഞു, ഇനേർഷ്യ എന്താണെന്ന് പറഞ്ഞു. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 3 ആക്സിസിൽ വെച്ച് തിരിയാനുള്ള ചാൻസ് ഉണ്ട്. XX ആക്സിസ് വെച്ച് ഇങ്ങനെ തിരിയാനുള്ള ചാൻസ് ഉണ്ട്.
സോറി എക്സ് എക്സ് ആക്സിസ് വെച്ച് ഇങ്ങനെ തിരിയാനുള്ള ചാൻസ്, വൈ വൈ ആക്സിസ് വെച്ചാണെങ്കിൽ ഇങ്ങനെ തിരിയാനുള്ള ചാൻസ് ആണ്, ഇസഡ് ഇസഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിയാനുള്ള ചാൻസ് ആണ്. കാരണം നമ്മുടെ സ്ട്രക്ചറൽ എലമെന്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്ന ഉടനെ ഈ ആക്സിസ് ഒക്കെ വെച്ച് ട്വിസ്റ്റ് ടേൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടേൺ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നല്ല കൂടി ഇരിക്കണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇനേർഷ്യൽ കപ്പാസിറ്റി, റെസിസ്റ്റൻസ് കൂടിയിരിക്കണം. അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനിഷൻ എന്ന് പറയുമ്പം സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് മാസ് എന്ന് പറയുന്നു. അപ്പം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അത് വെച്ച് നമ്മൾ രണ്ട് തിയറം സ്റ്റേറ്റ് ചെയ്തു. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്തു, പാരലൽ ആക്സിസ് തിയറം സ്റ്റേറ്റ് ചെയ്തു. നമ്മൾ പിന്നെ വന്ന് നിന്നത് ഏതിലാണ്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് മുഴുവൻ തിയറി പോർഷൻ ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതായിട്ട് ക്ലിയർ ആകും. ഓക്കെ, താങ്ക് യു.